ഹായ് ഓൾ. 25-26 സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പാർട്ണർഷിപ്പ്, LLP, അവയുടെ പാർട്ണേഴ്സ് ഇവരെ ബാധിക്കുന്ന 1/4/2025 മുതൽ പ്രാബല്യത്തിൽ വന്ന സെക്ഷൻ 194T സംബന്ധമായതാണ് ഈ വീഡിയോ. ഇൻകം ടാക്സ് ആക്ടിലെ 194T 1/4/2025 മുതൽ പ്രാബല്യത്തിൽ വന്നതോടുകൂടി വളരെ നിർണായകമായ മാറ്റങ്ങളാണ് പാർട്ണർഷിപ്പ് സംബന്ധമായ ടാക്സ് കാൽക്കുലേഷനിൽ വന്നിട്ടുള്ളത്. ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം അതിൻ്റെ പാർട്ണർമാർക്ക് സാലറി, റെമ്യൂണറേഷൻ, ഇൻട്രസ്റ്റ്, ബോണസ് തുടങ്ങി ഏതു വിധേനയുള്ള പേയ്മെന്റുകൾ നൽകുമ്പോഴും ആ സംഖ്യ ഒരു സാമ്പത്തിക വർഷം, എക്സാമ്പിൾ സാമ്പത്തിക വർഷം 25-26 20,000-ൽ മുകളിലാകുന്ന ഘട്ടത്തിൽ അതിന്റെ 10% TDS കട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം ഒരു പാർട്ണർക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ 50,000 രൂപ കൊടുക്കേണ്ട കേസിൽ 5,000 രൂപ TDS ആയി ഇൻകം ടാക്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ബാക്കി 45,000 രൂപ മാത്രമാണ് ആ പാർട്ണർക്ക് നൽകേണ്ടതുള്ളൂ. സ്ഥാപനം 5,000 രൂപ TDS ആയി കട്ട് ചെയ്ത് TDS റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ടാക്സ് ക്രെഡിറ്റ് പാർട്ണറിന് അദ്ദേഹത്തിന്റെ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ 26AS ക്ലെയിം ചെയ്യാവുന്ന വിധത്തിലുള്ള ടാക്സ് ക്രെഡിറ്റ് ആയി മാറുകയും ചെയ്യുന്നു. സാധാരണ നിലയിൽ ഒരു 10% TDS ആയി ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് പാർട്ണർമാർ അവരുടെ പാൻ നമ്പർ സ്ഥാപനത്തിന് നൽകിയില്ല എങ്കിൽ സ്ഥാപനം 20% TDS കട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവും. അത് ഒഴിവാക്കാൻ പാർട്ണർമാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. TDS അടയ്ക്കാത്ത പക്ഷം ഇൻട്രസ്റ്റ്, സാലറി തുടങ്ങിയ പാർട്ണർമാർക്ക് നൽകുന്ന പേയ്മെന്റുകൾ അതിന് ഡിഡക്ഷൻ ചെലവായി ക്ലെയിം ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെ നോർമൽ പാർട്ണർഷിപ്പിന്റെ ടാക്സ് റേറ്റ് ആയ 30%-ൽ ആ എക്സ്പെൻസ് സംഖ്യ ടാക്സ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. കൂടാതെ TDS കൃത്യസമയത്ത് ഡിഡക്റ്റ് ചെയ്യുകയും അടയ്ക്കാതെ ഇരിക്കുകയും ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻട്രസ്റ്റ്, പെനാൽറ്റി തുടങ്ങിയവ സ്ഥാപനം അടയ്ക്കേണ്ടതായിട്ടും വരാം. അപ്പോ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് സ്ഥാപനം ഇതുവരെയും പാൻ നമ്പർ എടുത്തിട്ടില്ലെങ്കിൽ ഉടനടി സ്ഥാപനം പാനും പാർട്ണർഷിപ്പ് ഡീഡും അല്ലെങ്കിൽ LLP അഗ്രിമെന്റും മറ്റ് രേഖകളും ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് വളരെ സിമ്പിളായ പ്രോസസ്സിലൂടെ ടാൻ നമ്പർ കരസ്ഥമാക്കണം. ഈ ടാൻ നമ്പർ ഉപയോഗിച്ച് ഈ വർഷത്തിൽ പാർട്ണർമാർക്ക് കൊടുക്കുന്ന വരുമാനത്തിന്റെ 10% ടാക്സ് TDS കട്ട് ചെയ്ത് ഗവൺമെന്റിലേക്ക് കൃത്യസമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം ഓരോ മാസവും ഡിഡക്റ്റ് ചെയ്യുന്ന TDS തൊട്ടടുത്ത മാസം 7-ാം തീയതിക്കകം ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ മാസത്തിലും ഇത്തരത്തിൽ ഡിഡക്റ്റ് ചെയ്യുന്ന സംഖ്യ അടയ്ക്കുന്ന സംഖ്യയുമായി സംബന്ധമായ TDS റിട്ടേൺ ക്വാർട്ടർലി 3 മാസത്തിലൊരിക്കൽ ഫയൽ ചെയ്യേണ്ടതാണ്. ഈ വരുന്ന മാസങ്ങളുടെ 31 മാർച്ചിന് അവസാനിക്കുന്ന ക്വാർട്ടറിന്റെ TDS സംഖ്യ ഏപ്രിൽ 30-നകം അടയ്ക്കേണ്ടതുണ്ട്. മെയ് 31-നകം TDS റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം. ഉടനടി കൃത്യമായ ടാക്സ് പ്ലാനിംഗ് പാർട്ണർഷിപ്പ് സ്ഥാപനവും പാർട്ണർമാരും നടത്തിയില്ല എങ്കിൽ ഈ സാമ്പത്തിക വർഷത്തിൽ അകാരണമായി ഭീമമായ സംഖ്യ ഇൻകം ടാക്സ് ഇനത്തിൽ അടയ്ക്കേണ്ടതായിട്ട് വരാനിടയുണ്ട്. ഈ വീഡിയോ സംബന്ധിച്ച അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്.